നമസ്കാരം. നമ്മൾ ബുൾബുൾ പക്ഷിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പായിട്ട്. അതിന്റെ അഭ്യാസം നോക്കിയാലോ നമുക്കിന്ന്. पहचानो, इनमें से बुलबुल कौन है? उसके चित्र के ऊपर गोला लगाओ. ഇതിലേതാണ് ബുൾബുൾ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബുൾബുൾ ഏതാണെന്ന് മനസ്സിലാക്കി ബുൾബുളിന് ചുറ്റും ബുൾബുളിനെ ഒരു വട്ടത്തിനുള്ളിലാക്കി വെക്കണം, സർക്കിൾ ചെയ്യണം. നമ്മൾ ബുൾബുളിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബുൾബുളിന്റെ കളറ്, ശരീരത്തിന്റെ കളർ എന്തായിരിക്കും? ഭൂര, കാപ്പി കളറായിരിക്കും. പിന്നെ ശരീരത്തിന്റെ വാലിന്റെ അടിയിലായിട്ട് താഴെയായിട്ട് ചുവന്ന കളർ ഉണ്ടാവും. വാലിന്റെ അറ്റത്തായിട്ട് വെള്ള കളർ ഉണ്ടാവും. തല കറുപ്പായിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഓർക്കുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഇതാണ് ബുൾബുളിന്. അപ്പൊ അതിനെ സർക്കിൾ ചെയ്ത് വെക്കുക. തുമ്നെ ബുൾബുൾ കോ കൈസെ പഹചാന? എങ്ങനെ ബുൾബുളിനെ മനസ്സിലാക്കിയത്? मैंने बुलबुल को पहचाना, ഞാൻ ബുൾബുളിനെ മനസ്സിലാക്കി. उसके शरीर, पूरा शरीर भूरा रंग का होता है. सिर काले रंग का होता है. पूंछ के नीचे लाल रंग होता है. पूंछ के सिरे सफेद रंग होता है. ഇത്രയും മനസ്സിലാക്കുമ്പോഴേക്ക് ബുൾബുളിനെ തിരിച്ചറിയാൻ പറ്റും. ഇത്രയും നമ്മൾ പഠിച്ചു വെച്ചാൽ ബുൾബുളിനെ മനസ്സിലാക്കാം. सिपाही बुलबुल. सिपाही बुलबुल के सिर पर काले रंग की कलगी होती है. സിപ്പാഹി ബുൾബുളിന്റെ തലയില് കറുത്ത നിറമുള്ള കലകിയുണ്ട്. കലകി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൊപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ऐसे कुछ और पक्षियों के नाम सोचो जिनके सिर पर कलगी होती है. ഇത്തരത്തിലുള്ള പക്ഷികളുടെ പേര് ചിന്തിക്കൂ. ആരുടെ തലയിലാണ് തൊപ്പിയുള്ളതെന്ന്? കിരീടം, തൊപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താണോ ഓരോ ആൾക്കാരും പറഞ്ഞു തരാറ് അത് ഓർത്ത് വയ്ക്കുക. ബതാവോ ഉൻകി കലകി കാ രംഗ് ക്യാ ഹോത്താ ഹേ? തൊപ്പിയുടെ കളർ എന്താണെന്ന് പറയൂ. പക്ഷി കലകി കാ രംഗ്. ഇപ്പോൾ 2 പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം കോഴി. അവരുടെ പൂങ്കുഴിയാണ് അല്ലേ? ये होता है मुर्गा, ये होता है मोर. आदित्यது पहला वाला मुर्गा. कलगी का रंग लाल होता है. दूसरे वाला मोर. പീക്കോക്ക്, മയില്, മോർ. എന്നിട്ട് കലക്കിയിട്ട് രംഗ് നീലയും പച്ചയും ഒക്കെ ഇടകലർന്ന് ഉള്ള നിറം ഉണ്ടാവും. നീലം ഉണ്ടാവും, പച്ച ഉണ്ടാവും. പച്ചക്ക് ഹര എന്ന് പറയും, ഇതിലേക്ക് നീല എന്ന് തന്നെ പറയും. കലക്കി വാലെ ബുൾബുൾ को സിപ്പാഹി ബുൾബുൾ ക്യോം कहते होंगे? എന്തുകൊണ്ടായിരിക്കും സിപ്പാഹി ബുൾബുൾ എന്ന് പറയുന്നത് കൽക്കി വാലെ ബുൾബുളിനെ? ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ബുൾബുളിനെ കുറിച്ച് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന് ഭയമില്ല,
ऊंची आवाज में बोलती है बुलबुल। बुलबुल को हम लोगों से कोई डर नहीं लगता. അത് ഞങ്ങളെ ഒരു ഭയവുമില്ല, പേടിയുണ്ടാവില്ല. ഉച്ചത്തിൽ പറയും, ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കും. അപ്പം തലയിൽ കറുത്ത നിറമുള്ള കലകയുണ്ടാവും. അങ്ങനെയുള്ള ബുൾബുളിനെ നമുക്ക് എന്ത് വിളിക്കാം? സിപാഹി ബുൾബുൾ എന്ന് വിളിക്കാം. ഇതില്ലേ, പോലീസുകാർക്ക് ഞങ്ങളെ ഭയമില്ലല്ലോ, അതുപോലെ ഉച്ചത്തിലെ സൗണ്ട് ഉണ്ടാക്കും. അതുപോലെ തുപ്പിയുണ്ട് അല്ലേ. पाठ में बुलबुल के बारे में बहुत सी बातें बताई गई है. उनमें से कोई 3 बातें लिखो. ഈ പാഠത്തില് ബുൾബുളിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ നിന്ന് 3 കാര്യങ്ങൾ എഴുതാൻ പറയാണ്. बुलबुल ऊंची आवाज में बोलती है. बुलबुल का पूरा शरीर भूरा रंग का होता है. पूंछ के नीचे वाले जगह में लाल रंग होता है. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ 3 കാര്യങ്ങളായി. बुलबुल अपना घर घास और जड़ों से बनाती है. तुम्हारा घर किन चीजों से बना है पता करो. ബുൾബുളിന്റെ വീട് പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും വേരുകളുകൊണ്ടും ഉണ്ടാക്കുന്നു. നിങ്ങളുടെ വീട് എന്ത് സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. പത്താക്കറോ, അത് മനസ്സിലാക്കും, അതറിയൂ. ബുൾബുൾ ക്യാ ഖാന പസന്ദ കർത്തി ഹേ. എന്ത് ഭക്ഷണം ഇഷ്ടപ്പെടുന്നത്? തുമേ ക്യാ ക്യാ പസന്ത് ഹേ. എന്തൊക്കെയാ നിങ്ങൾക്ക് ഇഷ്ടം? ബുൾബുൾ ഊഞ്ചി ആവാസ് മേ ബോൾത്തി ഹേ. ഉറക്കെ സംസാരിക്കുന്നു. തുമ്മേ സേ കോൻ കോൻ ഊഞ്ചി ആവാസ് മേ ബോൾത്താ ഹേ. കബ് കബ് കബ്. എപ്പോഴൊക്കെയാണ്? ഞങ്ങളെല്ലാരൊക്കെയാണ് ഉറക്കെ സംസാരിക്കുക? എപ്പോഴൊക്കെയാണ്? जैसे कान है, मोटे मोटे पाँव है, लंबे लंबे दांत है. പോലെയുള്ള ചെവി, തടിച്ച കാലുകള്, നീളമുള്ള പല്ലുകള്. അതൊക്കെ അതാർക്കുള്ളത്? ആനയ്ക്ക്. കണ്ടില്ലേ, ആനയെ കണ്ടോ? सिर पर ताज है, दुम पर पैसा है, बादल देख कर नाचता हूँ. തലയിലെ കിരീടമുണ്ട്. ദും എന്ന് പറഞ്ഞാൽ അറ്റം, വാല് എന്നൊക്കെ പറയാം. വാലിന്റെ പേസുണ്ട്. ബാദൽ കാണുമ്പോ, മേഘങ്ങളെ കാണുമ്പോ നൃത്തം ചെയ്യും. ആരാ? മയിലല്ലേ, മോർ. ഘറോമേ ആത്താഹും, വീട്ടിൽ വരും. ഞാൻ വീട്ടിൽ വരും. സാരി ചീസേ കുത്തറജാത്താഹും, എല്ലാ സാധനങ്ങളും ഇങ്ങനെ വലിച്ചു വാരിയിടും. അതാരാ? എലിയല്ലേ. എലിയെ എന്താ പറയാ നമ്മള്? ചൂഹ. അടുത്തത് കവിത എഴുതാനാണ്. അടുത്ത ഭാഗമായിട്ട് വരാം. धन्यवाद.